അതിരാവിലെ കന്യാകുമാരിയിലാണ്. ഇന്നലെ ഞങ്ങൾക്ക് സൂര്യാസ്തമയം നഷ്ടമായി. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രാവിലെ ഏതാണ്ട് ഒരു 6 മണിക്ക് തന്നെ റെഡിയായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. ഗൂഗിൾ പറഞ്ഞ അനുസരിച്ച് 6:20 സൂര്യൻ ഉദിക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യനെയും കാത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റും പല സ്വാമിമാരും കടലിൽ മുങ്ങി കുളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് സൂര്യൻ ഉയർന്നു പൊന്തുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. പലതവണ കന്യാകുമാരിയിൽ പോയി പരിചയമുള്ള ആളുകൾ പറഞ്ഞിരുന്നു അത് കാശി പോലെ ആവും എന്ന്. അതൊരു സത്യം തന്നെ ആയിരുന്നു. സൂര്യോദയത്തിൻ്റെ സമയത്ത് അത്രയ്ക്കും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സീസൺ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇനി അഥവാ മണ്ഡല മാസകാലം ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും ഒരുപാട് മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതലും സ്വാമിമാരായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം പതിഞ്ഞു എന്നെനിക്കറിയില്ല. പക്ഷേ സൂര്യോദയം ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു കാഴ്ചയായിരുന്നു. പൊതുവേ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു ലൈറ്റിംഗ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു സത്യം തന്നെയായിരുന്നു. ഏതൊരു ഫ്രെയിമിലും എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്രത്തോളം ഭംഗിയായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റി. അങ്ങനെ സൂര്യനെ കാണാൻ പറ്റാതാവുന്ന സമയം വരെ സൂര്യനെ നോക്കി നിന്നു. അതിനുശേഷം വിശപ്പിൻ്റെ വിളി പുറത്തു വന്നു. നേരെ ചെന്നു നല്ല ചൂട് ഇഡ്ഡലിയും വടയും കഴിച്ചു. നല്ല തമിഴ് സ്റ്റൈൽ ചട്നിയും ഇഡ്ഡലിയും വടയും ആയിരുന്നു രാവിലത്തെ ഭക്ഷണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. നേരെ റൂമിൽ ചെന്ന് ഫ്രഷായി ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു ഞങ്ങൾ ബൈക്കിൽ കയറാൻ തയ്യാറായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കന്യാകുമാരി വരെ പോയിട്ട് ഒന്നും കണ്ടില്ലേ എന്ന്. ബ്ലാക്കിൻ്റെ പ്ലാൻ അനുസരിച്ച് കാഴ്ചകൾ കാണുക എന്നതിലുപരി ദൂരങ്ങൾ താണ്ടുക എന്നതാണ് പ്രധാനം. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടാനായി ഞങ്ങളും വണ്ടികളും സജ്ജരായി. റിസോർട്ടിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നേരെ മധുര. കന്യാകുമാരി ടു മധുര 243 കിലോമീറ്റർ. രാവിലെ ഏതാണ്ട് ഒരു 10:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബ്ലാക്കിൻ്റെ പ്ലാൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5 മണിക്കൂർ റൈഡ്. കഷ്ടിച്ചൊരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മധുരയിലെത്തും. അങ്ങനെ ഒരു 10:30 ഞങ്ങൾ റൈഡ് ആരംഭിച്ചു. ബ്ലാക്ക് പറഞ്ഞ പ്ലാൻ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70ൻ്റെ മുകളിൽ നമ്മൾ കണ്ടിന്യൂസ്ലി റൈഡ് ചെയ്യണം. പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ റോഡിലേക്ക് കയറിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. കാരണം നല്ല റോഡായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന റോഡ്. എതിരെ ഏതെങ്കിലും വാഹനം വരുമോ എന്നുള്ള പേടി വേണ്ട. അപ്രതീക്ഷിതമായ ഗട്ടറുകളുണ്ടോ എന്ന പേടി വേണ്ട. വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അതിഭീകരമായ കാറ്റായിരുന്നു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് ഒരു 190 കിലോ ഭാരം വരുന്ന ബൈക്കും അതിൻ്റെ മുകളിൽ ഒരു 10-70 കിലോ ഭാരം വരുന്ന ഞാനും ലഗേജും ഒക്കെ കൂടി പോയാലും കാറ്റത്ത് ഇളകുന്ന പോലുള്ള കാറ്റ്. ഇതെൻ്റെ മാത്രം അനുഭവമല്ല. ബ്ലാക്കും പലതവണ ആടിപ്പോയി എന്ന് ബ്ലാക്കും പറഞ്ഞിരുന്നു. അങ്ങനെ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, BGM ഇട്ട് ഞങ്ങളിങ്ങനെ ഒരേ സ്പീഡിൽ ടപ്പ് എന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 1:30 കഴിഞ്ഞ സമയത്ത് നല്ല വിശപ്പ് വന്നു. ചുറ്റും കാറ്റാടികൾ മാത്രമുള്ള ഈ റോഡിൽ ഒരു ഹോട്ടൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ വിശപ്പിന് നല്ല പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈക്കിന് മുകളിലിരിക്കുന്ന 2 പേരെ നന്നായി വിശപ്പിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അടുത്തൊരു കടയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു ഞങ്ങൾ. അങ്ങനെ പോയി പേരറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടൽ ഞങ്ങൾ കണ്ടു. അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്യുവർ വെജ് ഹോട്ടൽ. ആ കാണുന്നതാണ് ഞാൻ ആ പറഞ്ഞ ബോർഡ്. പ്യുവർ വെജ് എന്ന് ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾക്ക് കിട്ടിയത് നല്ല പൊറോട്ടയും ഓംലെറ്റും ചിക്കൻ ഗ്രേവിയും ആയിരുന്നു. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു ബോർഡ് വെച്ചത് എന്നെനിക്കറിയില്ല. ചിലപ്പോൾ അയ്യപ്പന്മാരെ വളച്ച് ഹോട്ടലിൽ കയറ്റിയതിന് ശേഷം ഇപ്പോൾ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പിൻ്റെ വിളി കൊണ്ട് സ്വാഭാവികമായും ആരും കഴിച്ചു പോകുന്നവർക്ക് അറിയുന്നുണ്ടാവും. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. പറയാതിരിക്കാൻ വയ്യ. ചിക്കൻ കറി, തമിഴ് സ്റ്റൈൽ ചിക്കൻ കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. 2 പൊറോട്ടയും ഓംലെറ്റും ചിക്കൻ കറിയും മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് മധുര വരെ സെറ്റായിട്ട് പോകാൻ. ഏതാണ്ട് പകുതി ദൂരത്തു നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ബാക്കി പകുതി ഞങ്ങൾ പെട്ടച്ചു. ഞങ്ങളുടെ മാത്രം വിശപ്പ് മാറിയാൽ പോരല്ലോ. അങ്ങനെ പിള്ളേർക്കും വിശപ്പിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുത്തു. ഞാൻ കുറച്ച് നേരത്തെ പെട്രോൾ അടിച്ചിരുന്നു. ബ്ലാക്ക് പിന്നെ HP പെട്രോൾ മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് HP പെട്രോൾ കണ്ടപ്പോൾ അവിടെ കയറി പെട്രോൾ അടിച്ചു. ഞാൻ കഴിയുന്നതും ഇന്ത്യൻ ഓയിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ HP യൂസ് ചെയ്യാറുണ്ട്. ഭാരത് പെട്രോളിയം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ബ്ലാക്ക് HP മാത്രമേ ഉപയോഗിക്കൂ. അങ്ങനെ ഹൈവേയോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഗട്ടറുകളുള്ള ഊടുവഴിയിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ഒരു 4.5 കിലോമീറ്ററോളം ഇത്തരത്തിലുള്ള റോഡാണ് എന്ന് പറഞ്ഞിരുന്നു.
ഞങ്ങൾ ദൂരെ നിന്ന്, അതായത് കന്യാകുമാരിയിൽ നിന്ന് വരുമ്പോൾ തന്നെ മധുരയിൽ ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അയച്ചിട്ടുള്ള ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതൊക്കെയോ ഊടുവഴികളിലൂടെ കടന്ന് 4.5 കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾ ആ പറഞ്ഞ സ്ഥലത്തെത്തി. മധുര സിറ്റി എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തിരക്കാണ്. വാഹനങ്ങളൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബദ്ധപ്പാടുകളായിരുന്നു. അങ്ങനെ ചുറ്റി ദ മെട്രോപോൾ എന്ന് പറയുന്ന ഹോട്ടലിൽ ഞങ്ങളെത്തി. ഞങ്ങളുടെ ലഗേജും സാധനങ്ങളൊക്കെ റിസപ്ഷനിൽ വെച്ചിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. എന്നാൽ റൂമിൻ്റെ പേയ്മെൻറ്റ് മുഴുവൻ കൊടുത്തതിന് ശേഷം മാത്രമേ ലഗേജ് റിസപ്ഷനിൽ പോലും വെക്കാൻ പറ്റുള്ളൂ എന്ന് ആ പാവം മാനേജറും പറഞ്ഞു. അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വാഹനം അണ്ടർഗ്രൗണ്ടിൽ വെച്ച ശേഷം ഈ ബാഗും സാധനങ്ങളും താങ്ങിപ്പിടിച്ച് റിസപ്ഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ വന്ന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 2020 സംതിങ് ടാക്സ് അടക്കം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ലഗേജ് ഈ ലിഫ്റ്റിൽ പോലും കയറ്റാൻ അദ്ദേഹം തയ്യാറായത്. ആ ഹിന്ദിക്കാരനെ ബ്ലാക്ക് എന്തോ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അയാൾക്കത് മനസ്സിലാവാത്തതുകൊണ്ട് അയാൾ പേടിച്ചില്ല. പക്ഷേ 2000 രൂപ കൊടുത്താലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മുറിയായിരുന്നു. പക്ഷേ അവിടുത്തെ മാനേജറുടെയും ചില എംപ്ലോയീസിൻ്റെയും പെരുമാറ്റം എനിക്കും ബ്ലാക്കിനും തീരെ പിടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഡീസൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല. ഗൈസ്, ഞങ്ങൾ ഇപ്പം മെട്രോപോൾ എന്ന് പറയുന്ന ഹോട്ടലിലാണുള്ളത്. മധുരയിലാണ്. ഇവിടുന്ന് മധുര സിറ്റിയിലൂടെ കറങ്ങിയിട്ട് ഇനി ജിഗർദാണ്ട കണ്ടുപിടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, നിന്റെ നഗ്നത പൊത്തിപ്പിടിക്കും. അത് ചൂടോണ്ടാട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങള് അതെ, ഹൈവേ വന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 4 കിലോമീറ്റർ, വെറും 4 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഞങ്ങളെ പുക പോയി. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എത്തി, ഞങ്ങളൊന്ന് സെറ്റിൽ ആവുകയാണ്. ഫ്രഷ് ആയിട്ട് വേഗം ഡിവൈൻ മോഡിലേക്ക് കടക്കും. നമ്മൾ മധുര മീനാക്ഷിയിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. അത് ഓട്ടോറിക്ഷയിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അതെ, വണ്ടി ഇനി നാളെ തൊടുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇവിടെയൊക്കെ ജിഗർദാണ്ട കിട്ടും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ്, ഒന്ന് ഫ്രഷ് ആയി. മധുരയിലെത്തി ഡിവൈൻ മോഡിലേക്ക് കടക്കണം എന്ന് ആദ്യമേ പ്ലാൻ ചെയ്തതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് കയ്യിലെടുത്തിരുന്നു. ഒരു കാവ്യമുണ്ടും പിന്നെ ഒരു ഷർട്ടും. എന്നാൽ ബ്ലാക്കിൻ്റെ പ്ലാനിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഹവായ് ബീച്ചിലിടുന്ന ഒരു ഷർട്ടും ഒരു ജീൻസും ഇട്ട് മധുര മീനാക്ഷിയിൽ തൊഴാൻ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഷെയർ ഓട്ടോയിൽ കയറി. ഷെയർ ഓട്ടോയെ അവിടെ കിട്ടൂ. നമ്മളിപ്പോൾ 2 പേര് മാത്രം ആയതുകൊണ്ട് ആ ഷെയർ 2ആയി ഡിവൈഡ് ചെയ്തു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് മധുര മീനാക്ഷിയെ ലക്ഷ്യമാക്കിപ്പോയി. ഇദ്ദേഹം ഫോണിലാണ്. അപ്പോൾ ഞാൻ ബ്ലാക്കിനോട് ചോദിച്ചു, ഇയാളെന്താ ഈ ഫോൺ വിളിച്ചുകൊണ്ട് ഓട്ടോ ഓടിക്കുന്നത്? അവസാനം മറന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയല്ലേ എന്ന്. അപ്പോൾ ബ്ലാക്ക് പറഞ്ഞു, പോലീസ് പിടിച്ചാൽ ചിലപ്പോൾ ഒരു 100 രൂപ പോകും. വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയും കാലും ഓടിയും. പക്ഷേ ഫോൺ എടുത്തില്ലെങ്കിൽ അയാളുടെ ജീവിതം തന്നെ പോകും, കാരണം വിളിച്ചത് അയാളുടെ പൊണ്ടാട്ടിയാണ് എന്ന്. അങ്ങനെ മധുര മീനാക്ഷിയുടെ വീഡിയോ എടുക്കാമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കണ്ടത് ഈ കാണുന്ന പച്ച ബോർഡാണ്. അകത്ത് കയറും മുമ്പേ 5 രൂപയും ഞങ്ങളുടെ ഫോണും വാങ്ങി അവർ ഞങ്ങളെ വെറുതെ വിട്ടു. അങ്ങനെ അമ്പലത്തിൽ കയറി ഒരു കുറിയൊക്കെ തൊട്ട് മനസ്സമാധാനത്തിൻ്റെ പാതയിലൂടെ ഞങ്ങൾ നടന്നു വരികയാണ്. അപ്പോഴാണ് ആ പുകച്ചുരുളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ പേര് പരുത്തിക്കുരുപ്പാൽ എന്നാണ്, അതായത് കോട്ടൺ സീഡ് മിൽക്ക്. അതിൻ്റെ രുചി എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് പേര് കുടിക്കുന്നത് കണ്ടു, എനിക്കൊരാഗ്രഹം തോന്നി. അങ്ങനെ പരുത്തിക്കുരുപ്പാൽ കോട്ടൺ സീഡ് മിൽക്ക് ഞങ്ങൾ കുടിച്ചു. നല്ല ടേസ്റ്റുള്ള ഒരു കട്ടി കൂടിയ ചുക്ക് കാപ്പി കുടിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അത്രയും നേരം ബൈക്ക് ഓടിച്ച് വന്നപ്പോൾ തൊണ്ടയ്ക്കുണ്ടായിരുന്ന ഒരു കിരികിരിപ്പ് ഒരൊറ്റ ഇറക്കലിനോട്ട് പോയ പോലെ. അടുത്ത ലക്ഷ്യം ജിഗർദാണ്ട. അങ്ങനെ ആ സിറ്റി മുഴുവൻ അന്വേഷിച്ചപ്പോൾ ആ ബോർഡ് ഞാൻ കണ്ടു. എനിക്ക് കുറച്ച് തമിഴ് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് അത് ജിഗർദാണ്ട എന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ ചെന്നു 2 ജിഗർദാണ്ട ഓർഡർ ചെയ്തു. കോഴിക്കോട് നിന്ന് ജിഗർദാണ്ട കഴിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല അടപ്രഥമൻ, ഐസിട്ട അടപ്രഥമൻ മിക്സിയിലിട്ട് അടിച്ച് തന്നതുപോലെയായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ബദാമാണോ അണ്ടിപ്പരിപ്പാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ അപ്രതീക്ഷിതമായ, നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്ത ഒരിത്തിരി സ്പൈസി ആയിട്ടുള്ള എന്തോ സാധനം കൂടി അതിൽ നമുക്ക് കിട്ടും. അതായത് വെറും പായസം കുടിക്കുന്ന പോലെയല്ല. അങ്ങനെ നമ്മുടെ മെയിൻ മിഷൻ അക്കംപ്ലിഷ്ഡ്. കുറേ നേരം മധുര ടൗണിൽ ചുറ്റിക്കറങ്ങി ബ്ലാക്കിന് പരിചയമുള്ള ഒരാളെ വിളിച്ചു. അയാളോട് ചോദിച്ചു, ഇവിടെ മധുര സ്പെഷ്യൽ ഭക്ഷണം കിട്ടുന്നത് എവിടെയായിരിക്കും? അദ്ദേഹം പറഞ്ഞു,
സിനിസുവായി. ആദ്യം കണ്ടപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് തോന്നി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ട്രെയിനായിട്ട് തോന്നി. അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു തിയേറ്ററായിട്ട് തോന്നി. സത്യത്തിൽ എന്താണത്? ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹോട്ടലാണ് ഗൈസ് അത്. ആ വണ്ടി നിർത്തിയിട്ടതും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും അതൊരു സിനിമ സെറ്റാണെന്ന്. യാത്ര തുടരുന്നു.